Hey guys, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസൂൺ. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും മികച്ച ആരോഗ്യം കിട്ടാൻ നിങ്ങളുടെ കിച്ചണിൽ കൊണ്ടുവരേണ്ട 5 ചേഞ്ചസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി. നമുക്ക് തുടങ്ങാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്രൈയിങ് പാൻ ഉപയോഗിക്കുന്നതാണ്. ഭക്ഷണം ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് നല്ലതല്ല. അത് ഫിഷ് ആവട്ടെ, ചിക്കൻ ആവട്ടെ, വെജിറ്റബിൾസ് ആവട്ടെ, ഫ്രൈ ചെയ്യുന്നത് കഴിയുന്നത് ഒഴിവാക്കുക. അധിക കിച്ചണിലും ടെഫ്ലോൺ കോട്ടഡ് ആയിട്ടുള്ള യുട്ടൻസിൽസ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ടെഫ്ലോൺ കോട്ടഡ് ആയിട്ടുള്ള യുട്ടൻസിൽസ് നമുക്ക് കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തരം ടെഫ്ലോൺ കോട്ടഡ് ആയിട്ടുള്ള യുട്ടൻസിൽസ് ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴൊക്കെ ടെഫ്ലോൺ കോട്ടഡ് ആയിട്ടുള്ള യുട്ടൻസിൽസ് ഉപയോഗിക്കുന്നോ നിങ്ങൾ വുഡൻ സ്പൂണ്, മരത്തിൻ്റെ സ്പൂണ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടെഫ്ലോൺ കോട്ടഡ് ആയിട്ടുള്ള യുട്ടൻസിൽസ് ക്ലീൻ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെയോ സ്റ്റീൽ സ്ക്രബേഴ്സോ ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇത്തരം സ്ക്രബേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ടെഫ്ലോണിൻ്റെ ലെയർ പൊളിഞ്ഞു വരും, പീൽ ചെയ്ത് പുറത്തേക്ക് വരും. അത് പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മളുടെ ശരീരത്തിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ടെഫ്ലോൺ കോട്ടഡ് യുട്ടൻസിൽസിന് ഉപയോഗിക്കേണ്ടത് സ്പോഞ്ച് പാഡ്സ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ എന്തൊക്കെ ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് സ്റ്റോർ ചെയ്യുന്നത് കിച്ചണിലാണ്. നിങ്ങളുടെ വീട് ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഹെൽത്തി ആയിരിക്കണം. അതിന് ബിസ്ക്കറ്റും ബേക്കറി ഐറ്റംസ് പോലത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കാതിരിക്കുക, സ്റ്റോർ ചെയ്യാതിരിക്കുക. ബിസ്ക്കറ്റ്സ് പ്രായം കുറഞ്ഞ കുട്ടികൾ മുതൽ പ്രായം കൂടിയ മുതിർന്നവർ വരെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഇനി ബേക്കറി ഐറ്റംസിന് പകരം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത് കൂടുതൽ ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ വാങ്ങിക്കുക. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് കൂടുതൽ കാലം 10-15 ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. പുറത്ത് പോയി ഷോപ്പിംഗ് ചെയ്ത് ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അത് വാങ്ങിച്ചു കൊണ്ടുവരുന്ന ആ ഓരോ പ്രാവശ്യം പോകുന്നത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മൂന്നാമത്തെ പോയിന്റ്, ഈ വാങ്ങിച്ചു കൊണ്ടുവന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നാണ്. ഫ്രൂട്ട്സ് ആവട്ടെ വെജിറ്റബിൾസ് ആവട്ടെ വാങ്ങി കൊണ്ടുവന്ന അതേ സമയം തന്നെ നമ്മൾ വാഷ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത്. ഇതിന് പ്രത്യേകിച്ച് കെമിക്കലൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ട് വെജിറ്റബിൾസ് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫ്രൂട്ട്സ് ആവട്ടെ വെജിറ്റബിൾസ് ആവട്ടെ നിങ്ങൾ വാങ്ങി കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അതേ സമയം തന്നെ ക്ലീൻ ചെയ്ത് സ്റ്റോർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് അടുത്ത ദിവസത്തേക്ക് വെക്കരുത്. എല്ലാ വെജിറ്റബിൾസും വാഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ചിലത് ഡ്രൈ ആയിട്ട് അങ്ങനെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. വെജിറ്റബിൾസിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ചെയ്യുന്ന വീഡിയോ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾ ഏതൊരു സമയത്തും കിച്ചണിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ക്ലീൻ ചെയ്തതിൻ്റെ വേസ്റ്റാണ് ഏറ്റവും കൂടുതലായിട്ട് കാണാറ്. ഇത്തരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും പീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു പ്ലേറ്റ് അടുത്ത് തന്നെ വെക്കുക. ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ ഒക്കെ സ്കിൻ ഉണ്ടെങ്കിൽ അത് ആ പ്ലേറ്റിലേക്ക് ആദ്യം തന്നെ നിക്ഷേപിക്കുക. ഇത് നിങ്ങൾക്ക് പിന്നീട് വേസ്റ്റ് കളയുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കി സൂക്ഷിക്കാനും ഈ ഒരു സ്റ്റെപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന നൈഫും ചോപ്പിംഗ് ബോർഡും ഉപയോഗിച്ച പാട് തന്നെ ഇമ്മീഡിയറ്റ്ലി വാഷ് ചെയ്യുക. അത് വാഷ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ അതിലും ബാക്ടീരിയ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നാലാമത്തെ പോയിന്റ് ഡിഷ് വാഷിംഗ് ആണ്. ഒരു കാരണവശാലും രാത്രിയത്തെ ഡിഷസ് കഴുകാതെ അടുത്ത ദിവസം രാവിലത്തേക്ക് വെക്കരുത്. ഡിഷസ് പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് നിങ്ങൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന അപ്ലയൻസസ്. ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്സർ, ബ്ലെൻഡർ, മൈക്രോവേവ്. മിക്സറൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സമയം തന്നെ അതിൽ കുറച്ച് വെള്ളവും ഡിഷ് വാഷറും ഉപയോഗിച്ച് ഒരു പ്രാവശ്യം കൂടി ബ്ലെൻഡ് ചെയ്യുക. അതേസമയം തന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 10-30 സെക്കൻഡിൻ്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അത് നിങ്ങൾ ആ സമയം ചെയ്തില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ആവശ്യമുണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാനും നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. മിക്സർ പോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന മൈക്രോവേവും ഗ്യാസ് സ്റ്റൗ, ഇൻഡക്ഷൻ കുക്കർ, ഇതെല്ലാം നിങ്ങൾ ഉപയോഗിച്ച പാട് തന്നെ ഇമ്മീഡിയറ്റ്ലി ക്ലീൻ ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ പോയിന്റ് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കിച്ചണിൽ കോക്രോച്ചസ് ഇല്ലാന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും. നിങ്ങളുടെ കിച്ചണിൽ കോക്രോച്ചസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കിച്ചൺ ഹൈജീനിക് അല്ലാന്ന് ആർക്കും പറയാൻ സാധിക്കും. കോക്രോച്ചസ് ഡയറിയ മാത്രമല്ല പല തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു പെസ്റ്റാണ്. ഓരോ ദിവസവും രാത്രി കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കിച്ചൻ്റെ ഫ്ലോർ സ്വീപ്പ് ചെയ്യുക, കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും ക്ലീൻ ചെയ്യുക. നിങ്ങളുടെ കിച്ചണിലാണ് നിങ്ങളുടെ വീടിൻ്റെ എല്ലാ വേസ്റ്റും വരുന്നത്. നിങ്ങളുടെ കിച്ചണിലുള്ള വേസ്റ്റ് കളക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഡ്രൈ വേസ്റ്റിനും വെറ്റ് വേസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ബിൻസ് വേണം. ഡ്രൈ വേസ്റ്റിൽ പേപ്പർ വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും ഒക്കെ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. വെറ്റ് വേസ്റ്റിൽ നിങ്ങളുടെ ഫുഡ് വേസ്റ്റാണ് ഇടേണ്ടത്. നിങ്ങളുടെ വീട്ടിലത്തെയും കിച്ചണിലത്തെയും പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോസും തീർച്ചയായിട്ടും കാണുക.
പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള വീട്ടുകാരുടെ ആരോഗ്യം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ മറ്റൊരു വീഡിയോയെ ഞാൻ നിങ്ങളെ വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.